തോള് വേദന എൻ്റെ അടുത്ത് വന്ന് അഡ്രസ്സ് ചെയ്യുന്ന പേഷ്യൻസിനെല്ലാം കൂടുതലും തോള് വേദന രാത്രി കിടക്കുന്ന സമയത്ത് ഭയങ്കര തോള് വേദന വരുന്നു, രാവിലെ കുഴപ്പമില്ല, രാത്രി ആകുമ്പോഴത്തേക്ക് തോള് വേദന വരുന്നു, എനിക്ക് ഉറക്കം ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ പറയും. ദിസ് ഇസ് ബേസിക്കലി കഴുത്ത് വേദന, തോള് വേദന എന്നൊക്കെ പറയുന്നത് ഈ ഭാഗത്ത് പെർട്ടിക്കുലർ ഇൻ്റർസ്കാപ്പുലർ റീജിയനിലും ഈ നെക്കിൻ്റെ ഇവിടെയൊക്കെ വരുന്നത് ഈ റൊട്ടേറ്റർ കഫ്സിൻ്റെ വീക്ക്നെസ് കാരണം ഉണ്ടാവുന്നതാവാം. മിക്കവാറുമുള്ള നമ്മുടെ ഈ റൊട്ടേഷൻസിന് വേണ്ടിയുള്ള റൊട്ടേറ്റർ കഫ്സ് എന്ന് പറഞ്ഞ മസിൽസ് ഉണ്ട്, അതിൻ്റെ വീക്ക്നെസ് കാരണം നമ്മൾ ആ ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് അവിടെ സ്ട്രെസ്സ് വന്നിട്ട് ഉണ്ടാകുന്ന പെയിനാണ് മിക്കവാറുമുള്ള സമയത്ത്. അത് കൂടുതലും കഴുത്തിലേക്കും ഈ ഏരിയയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. നമുക്ക് തോന്നുന്നത് കഴുത്ത് വേദനയാണ്, അല്ല, ഇത് തോളിൻ്റെ പ്രോഗ്രഷനായിട്ട് വരുന്ന പെയിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പതുക്കെ ചില സമയം ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഷോൾഡർ അനക്കമൊക്കെ കുറയുന്ന എക്സസൈസ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഷോൾഡർ സ്റ്റിഫ് ആവും. ആ നൈറ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ചരിഞ്ഞ അവിടുത്തെ ഫോഴ്സ് കൊടുക്കുക, ഇതുമെല്ലാം നേരെ കിടക്കുക, ഏത് പൊസിഷനിലായാലും കിടക്കുമ്പോഴത്തേക്ക് ഈ ഷോൾഡറിൽ ഇതിങ്ങനെ നിവരെയും ഈ ഫോഴ്സ് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്റ്റിഫ്നെസ് കാരണവും ഈ മസിൽ വീക്ക്നെസ് കാരണവും റൊട്ടേറ്റർ കഫിൻ്റെ വീക്ക്നെസ് കാരണവും പെയിൻ വരാം. പിന്നെ റീസെൻറ്റ് സ്റ്റഡീസ് ഷോ ദാറ്റ് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്, അല്ലെങ്കിൽ ഒരു ഹോർമോൺ പോലെ പറയാം, ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മസിൽസ്, ഷോൾഡർ മസിൽസിൻ്റെയും ഷോൾഡർ ക്യാപ്സ്യൂളിൻ്റെ അവിടെ നിന്നൊക്കെ റിലീസ്ഡ് ആവും. സോ ദിസ് വിൽ പ്രൊമോട്ട് ഇൻഫ്ലമേറ്ററി മാർജിൻസിലുള്ള പല ഇൻഫ്ലമേറ്ററിയും പെയിൻ മാർക്കേഴ്സുമായിട്ടുള്ള കുറേ സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യും ഈ നൈറ്റ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ പ്രൊമോട്ടഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ്ഡ് ആവും. അതേപോലെ തന്നെ ഈ റിലാക്സ്ഡ് ആയ മസിൽസ് ഇത് കൂടുതൽ പെയിൻ മാർക്കേഴ്സിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് പെയിനും കൂടുന്നതായിരിക്കും. സോ വാട്ട് യു ക്യാൻ ഡു ഔട്ട് ഓഫ് ദാറ്റ് ഇസ്, initially what you have to do is you have to consult an orthopedic surgeon or a sports surgeon. Then you have to see the condition of your shoulder, എത്രത്തോളം ആക്റ്റീവാണ്, എത്രത്തോളം സ്ട്രോങ് ആണ്, എന്തൊക്കെയുണ്ട് അവിടെ, വാട്ട് ഇസ് ദ ഇഞ്ചറി എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. ഡു നോട്ട് ട്രീറ്റ് ഇറ്റ് യുവർ സെൽഫ്, ഗോ സീ ആൻ ഓർത്തോപെഡിക് സർജൻ. ഡെഫിനറ്റ്ലി മസാജ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തടവാനോ ചെയ്യരുത്. കൺസൾട്ട് an orthopedic surgeon or consult a sports surgeon, whoever you want, you can consult him, make sure what your condition is, then take a proper ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അതിൽ കൂടെ അലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും അത്. വെറുതെ മസാജിങ്ങും ബാക്കിയുള്ള അൺകൺവെൻഷണൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ പ്രോഗ്രസ്. സോ കീപ്പ് ഇൻ മൈൻഡ് ദീസ് തിങ്സ് ആൻഡ് കൺസൾട്ട് യുവർ ലോക്കൽ orthopedic surgeon or a sports surgeon. Thank you.